നമസ്തേ. അപ്പം നമ്മുടെ ഫസ്റ്റ് സെം ഹിന്ദിയാണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. നമ്മൾ ഓൾറെഡി മിക്ക ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അതിൽ ജസ്റ്റ് കയറി കണ്ടു നോക്കാം കേട്ടോ. അപ്പം നമ്മൾ നെക്സ്റ്റ് പറയാനായിട്ട് പോണ ചാപ്റ്റർ ചിറാപുഞ്ചി സെ ആയാഹും എന്ന് പറഞ്ഞിട്ടുള്ളൊരു യാത്രാ വൃത്താന്താണ്. പ്രദീപ് പന്ത് എഴുതിയിട്ടുള്ള ഒരു യാത്രാ വിവരണമാണ് ചിറാപുഞ്ചി സെ ആയാഹും എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രദീപ് പന്തിനെ കുറിച്ച് പറയാം. അദ്ദേഹം ജനിച്ചത് 1941 അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രമുഖ കൃതിയാം എന്ന് പറയുന്നത് വ്യംഗ്യ ഉപന്യാസ് മഹാമഹിം, അത്യന്ത ചരിത്ര രഹാഹെ, പ്രൈവറ്റ് സെക്ടർ കാ വ്യവഹാർ, സച്ച് കെ ബഹാനെ, മീഡിയ കർ ഹോനെ കെ മജെ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള കൃതികൾ. അതുപോലെ അദ്ദേഹത്തിന് കുറച്ച് പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഉത്തർപ്രദേശ് ഹിന്ദി സംസ്ഥാൻ അദ്ദേഹത്തിന് അനേകം സാഹിത്യങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള അനേകം സാഹിത്യങ്ങൾക്ക് അദ്ദേഹത്തിന് സമ്മാനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദി അക്കാദമി, ദില്ലിയിലുള്ള ഹിന്ദി അക്കാദമിയും അദ്ദേഹത്തിന് ഒരുപാട് സാഹിത്യ ഭാഷയ്ക്കും സംസ്കൃതിക്കും ഒക്കെ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സമ്മാനിത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇത്രയാണ് പ്രദീപ് പന്തിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ നമ്മുടെ യാത്രാ വിവരണത്തിലേക്ക് വരികയാണ്. എങ്ങനെയാണ്? ചിറാപുഞ്ചി സെ ആയാഹും ഏക് യാത്രാ വൃന്താന്ത് ഹെ ജോ പാഠകവും को भी इस यात्रा के अनुभव से परिचय करती है. അപ്പോൾ ചിറാപുഞ്ചി സെ ആയാഹും എന്ന് പറയുന്നത് ഒരു യാത്രാ വിവരണമാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ വായനക്കാരെ എന്ത് ചെയ്യുന്നു, ആ ഒരു യാത്രാ വിവരണം വായിക്കുന്നതിലൂടെ നമ്മൾ ചിറാപുഞ്ചിയിൽ എത്തിയ പോലെ, അല്ലെങ്കിൽ നമുക്ക് ചിറാപുഞ്ചിയിലേക്ക് പോവാനായിട്ടുള്ള ആ ഒരു ഇത് തോന്നിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഒരു നല്ല യാത്രാ വിവരണം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരു നല്ല യാത്രാ വിവരണമാണ് ഈ ഒരു ചിറാപുഞ്ചി സെ ആയാഹും എന്നുള്ളത്. വഹാം കി പ്രാകൃതിക് വിശേഷത, സാമൂഹിക് സ്ഥിതി, സംസ്കൃതി ആദി സേ ബി പരിചയ ഹോ ജാതാ ഹെ. അപ്പോൾ ഈ ഒരു യാത്രാ വിവരണത്തിൽ എന്തൊക്കെയാണ് പറയണേ? അവിടെയുള്ള പ്രകൃതി വിശേഷതകൾ, അതുപോലെ തന്നെ അവിടെയുള്ള കൾച്ചർ, സംസ്കൃതി, ഇതൊക്കെ നമ്മളെ ഈ ഒരു യാത്രാ വിവരണത്തിലൂടെ കവി എന്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. लेखक जीप से राज्य के अधिकारी श्री संगम और उनके 2 दोस्तों के साथ चिरापुंजी की और बढ़ रहे थे, जहां पर पन बिजली का उत्पादन अधिक हो रहा था. അപ്പോൾ ലേഖക് എങ്ങനെയാണ് നാട് ചുറ്റിക്കാണാനായിട്ട് പോകുന്നത്? ജീപ്പിലാണ് പോകുന്നത്. ജീപ്പിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അവിടുത്തെ ഒരു അധികാരിയായിട്ടുള്ള, രാജ്യ അധികാരി, ഒരു ഗവൺമെൻറ് അധികാരി ആയിട്ടുള്ള സംഘം എന്ന് പറഞ്ഞൊരു വ്യക്തിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തുക്കളും കൂടിയാണ് അവർ നാട് ചുറ്റാനായിട്ട് ജീപ്പിൽ പോകുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഒരുപാട് പൻ ബിജലി കാണുന്നുണ്ട് എന്നാണ് പറയണേ. പൻ ബിജലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെള്ളത്തിൽ നിന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കില്ലേ, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്രൊജക്ട്സ് അവിടെ വളരെയധികം ഉണ്ട് എന്നാണ് പറയണത്. കാരണം എന്താ? അവിടെയാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത് അല്ലേ. ചിറാപുഞ്ചിയിലാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഇത് അവിടെ വളരെയധികമായിട്ട് അവർ ജീപ്പിൽ പോകുമ്പോൾ കാണുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പാര നോക്കാം. ഷിലോങ് മേഘാലയ की राजधानी प्राकृतिक सौंदर्य से भरी पड़ी है. അപ്പോൾ ഷിലോങ് ആണ് എന്തിൻ്റെ? ഷിലോങ് ആണ് നമ്മുടെ ക്യാപിറ്റൽ സിറ്റി. ചിറാപുഞ്ചിയുടെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് ഷിലോങ് ആണ്. ഷിലോങ് നാച്ചുറൽ ബ്യൂട്ടിയിൽ വളരെയധികം മുന്നോട്ടാണ്. വളരെയധികം നാച്ചുറൽ ബ്യൂട്ടി ഉള്ള ഒരു സ്ഥലമാണ് ഷിലോങ് എന്ന് പറയുന്നത്. പ്രാകൃതിക് സൗന്ദര്യം ഷിലോങ്ങിനുണ്ട്. സുന്ദർ പർവ്വതീയ നഗർ ചാരോം തരഫ് ഹരിയാലി സെ ഗിറാ ഹുവാ ഹെ. അതുപോലെ തന്നെ 4 സൈഡിലും ഒരുപാട് ഗ്രീനറി ഒക്കെ കൂടിയിട്ട്, ഒരുപാട് മൗണ്ടെയിൻസും ഒരുപാട് മലനിരകളോടൊക്കെ കൂടിയിട്ടുള്ള ഒരു നാടാണ് ഷിലോങ് എന്ന് പറയണേന്നാണ് പറയണത്. അതേപോലെ മേഘാലയ 3 പർവ്വതീയ അഞ്ചലോം മേം ബഡാ ഹുവാദ, ഗാസി പർവ്വത്, ഗാരോ പർവ്വത് ഓർ ജയന്തിയാം പർവ്വത്. അതുപോലെ തന്നെ 3 പർവ്വത നിരകളാണ് മേഘാലയയിൽ ഉള്ളതെന്നാണ് പറയണത്. അതിൽ ഫസ്റ്റ് വൺ ഏതാ? ഗാസി പർവ്വത്, ഗാരോ പർവ്വത്, അതുപോലെ തന്നെ ജയന്തിയാം പർവ്വത് ഉണ്ട്. ഹർ ഏക് അഞ്ചൽ കാ അപ്പന മഹത്വത അലഗ് സംസ്കൃതി ദ. അപ്പോൾ ഓരോ ഡിവിഷനും, ഓരോ മലനിരകളുടെ ഇടയിൽ താമസിക്കുന്ന ആളുകൾക്കും പല രീതിയിലുള്ള കൾച്ചറാണുള്ളത്. അതുപോലെ പല രീതിയിലുള്ള ഇമ്പോർട്ടൻസും ഉണ്ട്. ഈ 3 ദിക്കിലും താമസിക്കുന്ന ആളുകൾ തമ്മിൽ കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട് എന്നാണ് പറയണത് കേട്ടോ. ഭൂമി ധൻ സംബന്ധി സബ് മാ സെ ബേട്ടി കോ മിൽത്തി ജയതർ पूर्वोत्तर राज्यों में स्त्री का वर्चस्व देखने को मिलाता है. मणिपुर की राजधानी हसल में
मायंदी बाजार देखने मिलता है, जहाँ माई बाजार में दिन भर सामान की बिक्री करती है। यहाँ वर्ग भेद ही नहीं है। मेघालय की प्राकृतिक शिवलिंगों മാസ്മയം ഗുഹായെ പ്രകൃതി കാ ചമത്കാർ മാനെ ജാത്തെ ഹെ. അപ്പോൾ ഇവിടെ പറയുന്നത് ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ സ്വത്തെല്ലാം പെൺമക്കൾക്കാണ് കിട്ടുന്നത്, മകൾക്കാണ് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കുന്നുണ്ട്? പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ നോർത്ത് ഈസ്റ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ കൂടുതലായിട്ട് സ്ത്രീകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മണിപ്പൂരിൽ ഒരു മായന്തി ബസാറുണ്ട്. അവിടെ സ്ത്രീകളാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയും സാധനങ്ങൾ വിൽക്കുന്നതും എടുക്കുന്നതും ഒക്കെ സ്ത്രീകളാണെന്നാണ് പറയണത്. അതുപോലെ തന്നെ അവിടെ വർണ്ണഭേദില്ല, വർഗ്ഗഭേദില്ല. അവിടെ സ്ത്രീ പുരുഷൻ എന്നുള്ള ഭേദമില്ല എന്നാണ് പറയണത്. അതുപോലെ ആൺപെൺ വ്യത്യാസമില്ല എന്ന് പറയുന്നു. അതുപോലെ ലാസ്റ്റ് പറയണത് മേഘാലയ്ക്ക് പ്രകൃതിക്ക് ശിവലിംഗവും മാസ്മയ് ഗുഫായും പ്രകൃതിക്ക് ചമത്കർ മാനേ ജാത്തെ ഹെ. അതേപോലെ തന്നെ എന്താണ്, മേഘാലയയിലുള്ള ശിവലിംഗങ്ങളും അതുപോലെ തന്നെ ഗുഹയിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടങ്ങളും പ്രകൃതിയുടെ അത്ഭുതങ്ങളായിട്ടാണ് അവിടെയുള്ള ആളുകൾ കണ്ടുപോന്നിരുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു മായന്തി ബസാറിലുള്ള കാര്യമൊക്കെ നോട്ട് ചെയ്യുക, അത് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുക കേട്ടോ. पैरा പറയുന്നത് आगे बातें हुए लेखक संगम के साथ चले जाते हैं और सामने नोहरांग सियोंग पर्वत जो മാസ്മയി പ്രണവ് കെ നാം സെ ലോക്പ്രിയ ഹെ ദിക്കായി പടുത്തേ ഹെ. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് ജീപ്പ് എടുക്കുന്ന സമയത്ത് അവർ നൊഡ്രാജ് ഷിയോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം കാണുകയാണ്. അതിനെ മാസ്മയി പ്രണത് എന്ന പേരിലാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്നതെന്ന് പറയുന്നുണ്ട്. പഹഡ് സെ കിത്തനി ഹി നീച്ചെ ബിന റുക്കട്ട് പാനി നീച്ചെ ഗിർ രഹാ ഹെ. അതുപോലെ തന്നെ മലനിരകളുടെ ഉള്ളിൽ കൂടെ മലമുകളിൽ നിന്ന് ഒരു തടസ്സം പോലും ഇല്ലാതെയാണ് വെള്ളം താഴോട്ടേക്ക് വീഴുന്നത് എന്ന് പറയുന്നുണ്ട്. ഓർ യഹാം സെ ബംഗ്ലാദേശ് ബി ദിക്കായി പഡ് രഹാ ഹെ. അതുപോലെ ഇവിടെ നിന്ന് നോക്കിയാൽ ബംഗ്ലാദേശും കാണപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. തബ് തക് ഹൽക്കി വർഷ ശുരു ഹോ ഗയി അച്ചാനക് മൗസം ബദൽത്താ ഹെ. സമുദ്ര കെ തട്ട് സെ 1300 मीटर पूछ ചിറാപുഞ്ചി വിശ്ര മേം സബ്സെ അധിക് വർഷ് മിലാനെ വാല സ്ഥാൻ ഹെ. അതുപോലെ പിന്നെന്താ പറയുന്നത്, അവർ ചെന്ന സമയത്ത് ചെറുതായി മഴ പെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പെട്ടെന്നാണ് ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവണേന്ന് പറയുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഇത് സീ ലെവലിൽ നിന്ന് ഒരു 300 അടി മുകളിലേക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പെട്ടെന്ന് എന്താണ് അധികം മഴയൊക്കെ ലഭിക്കണേന്ന് പറയുന്നുണ്ട്. അന്ത് മേം പ്രദീപ് പന്ത് ജി കെ ചിറാപുഞ്ചി കി ഹരിയാലി കോ ചോഡ്കർ ദില്ലി ജൈസെ പ്രനൂദ് ഷാഹർ മേ ആനെ കാ മൻ ഹി നഹീം ദ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സമയമെന്ന്. ലാസ്റ്റ് ലേഖക് പറയാണ്, ലേഖകിന് ചിറാപുഞ്ചിയിൽ നിന്ന് തിരിച്ചു പോകാനായിട്ട് തോന്നുന്നില്ല. കാരണം ചിറാപുഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് ഗ്രീനറി ഒക്കെയുള്ള, നല്ല എയറൊക്കെ കിട്ടുന്ന, നല്ല പൊല്യൂഷനൊന്നും ഇല്ലാത്ത, അതുപോലെ നല്ല ഒരു അന്തരീക്ഷമൊക്കെയുള്ള സ്ഥലമാണ് ചിറാപുഞ്ചി. പക്ഷെ ലേഖക് എവിടെയാണ്? ലേഖക് തിരിച്ചു പോകേണ്ടത് ഡൽഹിയിലേക്കാണ്. ഡൽഹി എന്ന് പറയുന്നത് എന്താണ്? വളരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് അല്ലേ? അത്ര പ്യൂരിറ്റി ഇല്ല, ചിറാപുഞ്ചിയിൽ അത്ര പ്യൂരിറ്റി ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ലേഖകന് എന്ത് ചെയ്യാനായിട്ട് തോന്നുന്നില്ല, തിരിച്ചു പോകാനായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ലേഖകൻ എന്ത് ചെയ്യുന്നത്, യാത്രാ വിവരണം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഒരു യാത്രാ വിവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു യാത്രാ വിവരണം വായിക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റും? ആ ഒരു സ്ഥലത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ടും നമ്മൾ അങ്ങോട്ട് പോയൊരു ഫീല് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് പോകാനായിട്ടും തോന്നിപ്പിക്കുന്ന ഒന്നാണ് യാത്രാ വിവരണം. അപ്പോൾ ഇത് മൊത്തത്തിൽ ശരിക്കും ഒരു യാത്രാ വിവരണം അല്ല നമ്മൾ പറഞ്ഞത്, ജസ്റ്റ് ആ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറിയാണ് പറഞ്ഞത്. ശരിക്കും നമ്മൾ ആ ഒരു യാത്രാ വിവരണം വായിക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ചിറാപുഞ്ചിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പോകാനും അതുപോലെ അങ്ങോട്ട് പോയ ഒരു ഫീലൊക്കെയാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് ഓക്കെയാണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയതുകൊണ്ട് ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ നോട്ട്സ് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലിങ്ക് എടുത്തിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ.